നല്ല വേമ്പ പഴം. അടിപൊളിയല്ലേ? ഇത് പഴയ കാലത്തെ കുള. അത് പഴയ കാലത്തെ കുളം, ഒരുപാട് വർഷം പഴക്കമുള്ള കുളമാട്ടത്. പഴക്കാലത്തെ കുളം കുളത്തിനെ കുറിച്ച് ചെറുതായി ചുരുക്കി പറഞ്ഞു കൊടുക്കുക ആൾക്കാർക്ക്. വേനൽക്കാലത്തൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്ന എൻ്റെ അച്ഛനും വേറൊരാളും അവിടെ എല്ലാത്തിനും ഇവിടെ ഇവിടെ കുണ്ടിലേക്ക് തേയി കൂട്ടിയിട്ട് ഇവിടെ വായിച്ചിരുന്നു. ഇപ്പം ഈ നിൽക്കണ സ്ഥലത്ത് ഇവിടെ വായ ഉണ്ടായിരുന്നതാണ്. വെള്ളം അന്നൊക്കെ അങ്ങനെ കണ്ടാൽ മുക്കിയാൽ കുടിക്കുക. ഇപ്പൊക്കെ ഈ കുളിമുറിയും പൈപ്പും കുഴൽക്കിണറൊക്കെ വന്നപ്പോൾ ആൾക്കാർ ഇത് വേണ്ട വെച്ചിട്ട് അത് കാരണം ഈ കുളം ഇങ്ങനെ ആയിട്ട്. ഇപ്പൊക്കെ ഇപ്പം 80 വയസ്സ് ആയി. അതിൻ്റെ മുമ്പേ നല്ല പങ്കാലത്ത് അങ്ങനെയായിരുന്നു. ഇപ്പം എന്താ നമ്മളെ പരിപാടി? എന്താ ഇവിടെ നമ്മുടെ പരിപാടി വെറുകൊണ്ടിരിക്കുക. വെറുകുണ്ടോ? ഇവിടെ മരമൊക്കെ ഒന്ന് വെട്ടിയ അപ്പോൾ നമ്മളിവിടെ ഇല്ലത്താരല്ലേ തൊടി, ഇല്ലത്താര തൊടിയാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ വെറുകൊണ്ടവരാണ് ഇപ്പോൾ പണി. ഇവിടുന്ന് വെറുകൊണ്ടായിട്ട് എത്തിക്കില്ല. അമ്മമ്മയാണ് സാധാരണ വെറുക് തോനെ കൊണ്ടല്. പിന്നെ അമ്മമ്മക്കിപ്പോൾ അങ്ങനെ വലിയ നടക്കാൻ ഒരു തരിക്കടുള്ളതുകൊണ്ട് മാത്രം ഇപ്പം ഞാനും മുത്തശ്ശനും പാടെ അത് വെറുക് കൊണ്ടായിട്ടുണ്ട് ഇറങ്ങിയതാണ്. ഇനി വെള്ളം കൊണ്ടാണ്ട് അങ്ങനെ കുറച്ച് തരികട പരിപാടിയൊക്കെ ഉണ്ട്. ഈ സാധനം എന്താ നിങ്ങൾക്കറിയോ? എന്താ നിങ്ങൾക്കറിയോ? അറിയുന്ന പറയും. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ. ഞങ്ങൾ ഉണ്ടാക്കി വെച്ച വെറുകോൾ ഇതായിരിക്കണു. അത് ഞാൻ ഉണ്ടാക്കാൻ കൂടിയിട്ടില്ല, ഞാൻ മുത്തശ്ശനെ ഉണ്ടാക്കി വെച്ച് ഞാൻ എപ്പോഴും വന്നിട്ടുള്ളൂ. പിന്നെ അവിടെ അതാ വന്നിരിക്കണം, കാണണ്ടാണോ? അത് അവിടെ വന്നിരിക്കുന്നുണ്ട്. മുത്തശ്ശൻ കയറൊക്കെ റെഡിയാക്കി സെറ്റാക്കണം. ഇത് കഴിഞ്ഞിട്ട് വേണം വെള്ളം കൊണ്ടാണ്ട്. അപ്പോൾ അവിടെ നെല്ലുണ്ട്, ആണ് വെറുംകെട്ട് പറയും. വെറുകെട്ടിലെ അന്നത്തെ പരിപാടി അങ്ങോട്ട് കൊണ്ടാണ് പേരെ കൊണ്ടുപോയി കത്തിക്കുള്ള വെറുകാണ്. വീട്ടിലേക്ക് കൊണ്ടുപോയി കത്തിക്കാൻ, വീട്ടിൽ കൊണ്ടുപോയി കത്തിക്കാൻ വെറുകൊക്കെ സ്വരു കൂട്ടിയിട്ട് ഇപ്പം ഇനി കെട്ടലാണ് പരിപാടി. എവിടെ ചോട്ടുണ്ട്? ചവിട്ടി മുറിക്കുക, അങ്ങനെയാണ് മുറിക്കല്. അങ്ങനെയാണ് മുറിക്കുക. അവിടെ ഒതുങ്ങിയിരിക്കും. ഇപ്പം ഞാൻ ഒരു തല വലിച്ചിട്ടുണ്ട്. അടിപൊളി എടുക്കണം. ആൾക്കാരിപ്പോൾ ഗ്യാസും കുറ്റിയൊക്കെ കത്തിക്കല്. നമ്മളോണ്ട് അതങ്ങനെ കത്തിക്കലില്ല. ഇപ്പൊക്കെ ഗ്യാസ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കത്തിക്കാൻ പറയുമ്പോഴത്തേനും മുത്തശ്ശൻ ഗ്യാസ് ഒന്നും കത്തിക്കണ്ട, അപ്പോൾ വെറുകുണ്ടല്ലോ, വെറുതെ കത്തിക്കാറ്. അങ്ങനെയാണ് അവിടെ. പിന്നെ ഞാൻ ഇതിലൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കുമ്പോൾ മാത്രം ഗ്യാസ് കത്തിക്കാറുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ ഗ്യാസ് ഏകദേശം ഒരു കൊല്ലം 1.5 കൊല്ലമായി അതവിടെ ഇരിക്കലുണ്ടെങ്കിൽ ഗ്യാസ് ഉപയോഗിക്കലൊക്കെ ഉണ്ട്. വല്ല പൂരം അങ്ങനെ പരിപാടിയൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഉപയോഗിക്കലുണ്ട്, വീടുന്നേരൊക്കെ വരുമ്പോൾ. അപ്പം അങ്ങനെ 2-3 പൊട്ടിച്ച് ഞാൻ അങ്ങനെ തൊള്ളയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു കൂട്ടുകാരെ. പാഴ ഒരുപാട് കിട്ടുന്നേ, പൊട്ടിച്ച് നിൽക്കാനാ പണിന്നാ. ഇത് പിടിച്ചു തുടങ്ങി എന്നിട്ട് എന്താ ശാമ്പിൾ എന്താ പറയും? നല്ല വേമ്പ പഴം. അടിപൊളിയല്ലേ? റെഡിപ്പഴം, മുള്ളും പഴം അങ്ങനൊക്കെ പേര് പറയും നമ്മളവിടെ. ഞങ്ങളവിടെ എന്താ പറയാന്ന് പറയേ? റെഡിപ്പഴം, മുള്ളും പഴം അങ്ങനൊക്കെ പേര്.